അടേ ദോശയ്ക്ക് രസം കൂടുതൽ നമ്മളെ ചമ്മന്തിയാലേ. അപ്പോൾ എന്നൊരു അടിപൊളി ചമ്മന്തി അരച്ചാലോ, ദോശയ്ക്കൊക്കെ പറ്റിയ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വറ്റൽമുളക് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അത് മാറ്റി വെക്കാം. ഇനി കുറച്ച് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ 2 സവാള എടുത്തിട്ടുണ്ട്, അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഒരെണ്ണെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു പിടി നാളികേരം ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടെ ഈ ചമ്മന്തിയൊക്കെ കഴിക്കാനായിട്ട്. നല്ലൊരു എരിവും പുളിയും ഒക്കെ കൂടിയൊരു ചമ്മന്തിയാണ്. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി സാധാ മുളക് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ മല്ലിച്ചേപ്പിൻ്റെ സ്മെല്ലുള്ള ഒരു ഇലയാണ്. മല്ലിച്ചേപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഇല ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച വറ്റൽമുളക് ഇട്ട് കൊടുത്ത് മസാല ഇട്ട് കൊടുത്ത് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താൽ നമ്മളെ ചമ്മന്തി റെഡിയായി. കഥാ അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ.